ഈ കലിതുള്ളുന്ന കടൽ പോലെ പ്രക്ഷുബ്ധമാണ് ഇവിടെ താമസിക്കുന്ന ഓരോ ജനങ്ങളുടെയും മനസ്സ്. കാരണം ഒരു മഴക്കാലമോ അല്ലെങ്കിൽ ഒരു കടൽക്ഷോഭമോ വന്നാൽ അവർക്ക് സ്വസ്ഥമായി സമാധാനമായി അവരുടെ വീടുകളിൽ താമസിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി ഇതിനു മുൻപത്തെ വർഷങ്ങൾ, അതായത് ഇത് ആദ്യ സംഭവമല്ല, ഇതിനു മുൻപ് പല തവണയായി പല വർഷങ്ങളിൽ പല ആളുകളോട്, പല ജനപ്രതിനിധികളോട് അവർ അവരുടെ ആവശ്യം ഉന്നയിച്ചു. അവർക്കൊരു ശാശ്വതമായ പരിഹാരം ഇതിന് വേണമെന്നുള്ളൊരു ആവശ്യം അവർ പലകുറി ആവർത്തിച്ചു. പക്ഷേ അതിനൊന്നും യാതൊരുവിധ പരിഹാരവും ഇതുവരെ കണ്ടിട്ടില്ല. ഏറെ നാളുകൾ മുമ്പ് ഈ കാണുന്ന കടലിലെ പല ഭാഗങ്ങളിലും വീടുകളുണ്ടായിരുന്നു. അവിടെ 25ഓളം വരുന്ന പല വീടുകളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഓരോ വർഷങ്ങളിലായി ഇങ്ങനെ കടലെടുത്തു പോകുന്ന ഒരു നിലയിലേക്ക് വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ ഇവിടെ 5 വീടുകൾ കൂടി തകർന്നിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്തോ ഭാഗ്യത്തിന് അവർ അതിൻ്റെ 2 ദിവസം മുമ്പ് അവിടെ നിന്നും മാറിപ്പോയി. അതുകൊണ്ട് മാത്രം അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയിപ്പോൾ അവർ ജീവിച്ചിട്ട് അവർക്ക് ജീവിക്കാൻ ഒരു കൂരയില്ല, അല്ലെങ്കിൽ അവരുടെ കിടപ്പാടം തന്നെ അപ്പാടെ നശിച്ചു പോയിരിക്കുന്നു. വേറില്ല, നമ്മളെ വീട് പോലാണോ? എത്ര വീടൊന്നുമില്ല, നമുക്ക് സഹായിക്കാൻ പറ്റിയ കുടുംബങ്ങളും ഇല്ല. നാട്ടുകാരാണ് നമ്മളെ സഹായിക്കുന്നത്. വയ്യാത്ത ആളാണ് ഞാൻ. എനിക്ക് ഇപ്പം ഇത് പേരാണ്ട് പോവാണ് വയ്യായി കൂടിയതാണ്. വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമുള്ള ആളുകളല്ല ഇവരാരും. അന്നാന്നത്തെ ജീവിത ഉപാധി അവർ മത്സ്യത്തൊഴിൽ ഉൾപ്പെടെയുള്ള തൊഴിൽ തേടി, അല്ലെങ്കിൽ ആ തൊഴിലിന് പോയി അങ്ങനെ കുടുംബം പോറ്റുന്ന, അവരുടെ സമ്പാദ്യം ഉണ്ടാക്കുന്ന ആളുകളാണ്. അവർക്ക് വലിയ നീക്കിയിരിപ്പോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഭാവിയിൽ ഇനി അത് എന്ത് ചെയ്യും, എങ്ങനെ അവർ ജീവിക്കുമെന്ന വലിയ ആശങ്കയാണുള്ളത്. ഏതാനും ഇപ്പോൾ ഇത്രയും ഇടം അത് കടലെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതാനും കുറച്ച് ഭാഗങ്ങൾ കൂടിയേ ഉള്ളൂ. ഇവിടെ ജനവാസം തുടങ്ങിയതിന് ശേഷം തന്നെ ശാശ്വതമായിട്ടുള്ളൊരു കടൽഭിത്തി ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ മാറി വരുന്ന സർക്കാർ ജനങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഒരു സമാധാനിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞ് പോകുന്നല്ലാതെ ഇവിടെ ഇതുവരെ നല്ലൊരു കടൽഭിത്തി ഇതുവരെ ഇട്ടിട്ടില്ല. ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ല കടൽക്ഷോഭമുള്ള ഏരിയയാണ്. എപ്പോഴും ഈ വർഷം വരുമ്പോൾ, മഴക്കാലം വരുമ്പോൾ നല്ല കടൽക്ഷോഭം ഉണ്ടാവും. ആ സമയത്ത് ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ വന്ന് തൽക്കാലം നോക്കി പോകാന്നല്ലാതെ നല്ലൊരു കടൽഭിത്തി ഇതുവരെ ഇട്ടിട്ടില്ല. ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം, അത് ചെല്ലാനം മോഡലിലുള്ള ടെട്രാപോഡ് നിർമ്മിച്ച് ആ ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പല ആശങ്കകളാണ് ആളുകൾ അവർ ഓരോ വർഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ആവശ്യങ്ങൾ പറയുന്നതല്ലാതെ അതിലൊരു പരിഹാരം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. പൊന്നാനിയിൽ നിന്ന് വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്.